ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഡേ 3 ആണ് ഇക്കാൻ്റെ വീട്ടിലെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഇത് ബ്രഷൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ റെഡി ആവുകയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട്, മഴയൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും സേഫ് അല്ലേ? സേഫായിട്ടിരിക്കുക. ഇവിടെ മഴ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. രാവിലെ തുടങ്ങിയിട്ട് രാത്രി ആവോളം മഴ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ല. എണീറ്റ് പല്ലൊക്കെ തേക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്കൂളിലാത്ത ദിവസം കുറച്ച് നേരം കൂടി കിടന്നുറങ്ങും. അതിനുശേഷം നമുക്ക് താഴത്തേക്ക് പോകാം കേട്ടോ. നമ്മളൊരു ചാനലിൽ ആദ്യമായിട്ടായിരുന്നു നമ്മളൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നത്. അതും ക്യാഷ് പ്രൈസ് ഗിവ് അവേ ആയിരുന്നു. അപ്പോൾ അതിൽ 2 ആൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ നമുക്ക് മെസ്സേജ് അയച്ച് അപ്പോൾ തന്നെ നമ്മൾ ക്യാഷ് സെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾ മെസ്സേജ് ഇതുവരെ അയച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരാളെ സെലക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്നു. എന്നെ തിരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷം എന്നാട്ടോ ആ മെസ്സേജ് ഉണ്ടായത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ആളായിരിക്കും എന്നാണ്. അപ്പം നമ്മൾ പറഞ്ഞു, നിങ്ങൾ കമൻറ്റ് ചെയ്ത യൂട്യൂബിൻ്റെ അക്കൗണ്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വിട്ട് തരാൻ പറഞ്ഞു. പിന്നെ അയാൾ ഒരു അഡ്രസ്സും ഇല്ല, അയാൾ ഒരു റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. 3 മിനിറ്റുണ്ട്. ആളിന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം കേട്ടോ. എന്തായാലും അവിടെ നിൽക്കട്ടെ, കഴിയുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ അയാൾ അങ്ങനെ റിപ്ലൈ എടുത്തു. ഇന്ന് അയാൾ റിപ്ലൈ അയക്കുമ്പോൾ നമുക്ക് പൈസ വിട്ടുകൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. നമുക്ക് കൺഫേം ആക്കണമല്ലോ നമ്മൾ തിരഞ്ഞെടുത്ത ആൾ തന്നെയാണോ എന്നല്ലേ എന്നുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു രാത്രി മെസ്സേജ് അയച്ചു, ഹായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. എന്നിട്ട് അയാളെ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ നെയിമും അയാൾ വിട്ടു തന്നു. അപ്പോൾ അതായിരുന്നു, സെയിം ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ആൾ ഫേക്ക് ആയിരുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാതെ നോക്കാതും നോണൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനും കഴിയുമോ എന്തോ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ആദ്യത്തെ ആൾ ഫേക്ക് ആവുന്നുള്ളത്. എന്നിട്ട് ആളെ അക്കൗണ്ട് അയച്ചു തന്നു. അത് കൺഫേം ചെയ്തിട്ടാണ് അയാൾക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുള്ളത്. 2 പേർക്കും പൈസ അയച്ചു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇയാളൊന്ന് പെട്ടെന്ന് ഉറക്കട്ടെ. കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കേണ്ടത് കണക്കാട്ടോ. ഹായ് കൊടുത്ത് അപ്പോൾ ഓക്കെ. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും ഉമ്മയും ചായ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുടിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിക്കാട്ടോ. ഞാൻ അവിടെ ടേബിളിൻ്റെ അവിടെ പോയിട്ടുണ്ട്. പതുക്കെ ഫോണിൽ നോക്കിയിട്ടാണ് ചായ കുടിക്കാറ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. നമുക്ക് പള്ളിയിൽ ഉസ്താദിന് ചിലവുള്ള ദിവസമാണ്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉപ്പ പുറത്ത് പോയി വന്നപ്പോൾ പറഞ്ഞത് രാവിലത്തെ കടി ഉസ്താദിന് കൊടുക്കണം എന്നുള്ളത്. കഴിഞ്ഞ മാസങ്ങളിലൊന്നും രാവിലത്തെ കടി അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നില്ല. ഉസ്താദ് മദ്രസയിൽ നിന്നാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് മദ്രസ ഇല്ല, മഴയൊക്കെ ആയ കാരണം മദ്രസക്കും അവധി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ ഫുഡും നമ്മൾ കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതേ പുട്ടും കടലയായിട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ട് ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, അത് നന്നായി കഴുകി പുട്ടും കുറ്റിയിലിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കും. ആവി വന്ന പാടന്നെ നമ്മളതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് ഒന്ന് ഉടച്ചെടുക്കണം. കാരണം അതിങ്ങനെ കെട്ടി നിൽക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ തെങ്ങി അതൊന്ന് വെന്ത് പോവും. അങ്ങനെ നന്നായി വെന്ത് പോവാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് പരത്തിയിടണം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് പരത്തിയിട്ടിട്ട് വേണം. പെട്ടെന്നായിരുന്നല്ലോ രാവിലത്തതും കൂടി വേണം എന്നുള്ളത്. അതുകൊണ്ട് മോർണിംഗ് ഭയങ്കര ഹറിബറി ആയിരുന്നു. ഞാനും ഉമ്മയും കൂടി ഓരോ പണികളായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയായിരുന്നു. സമയത്തിന് ഉസ്താദിന് കൊണ്ടു കൊടുക്കണമല്ലോ. അങ്ങനെ ആവി കയറ്റി അരി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ കറിക്കുള്ള തേങ്ങ ചിരകി അത് അരക്കാൻ ഇടണം. അല്ലെങ്കിൽ കറണ്ടിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. എപ്പോഴാണ് പോവുക എപ്പോഴാണ് വരിക എന്നറിയില്ല. ഇന്നാണെങ്കിൽ ഉസ്താദിന് ചിലവുള്ള ദിവസമല്ലേ, പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാവും. കടലക്കറി വെക്കുമ്പോൾ വേവിച്ച് വെച്ച കടല കുറച്ച് തേങ്ങയിലിട്ട് അടിക്കൂട്ടോ. അതാവുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു കട്ടി ഉണ്ടാവും കറി. ഇനി അതവിടെ വേഗം അരച്ചു മാറ്റി വെച്ച ഒരു സമാധാനമാണ്. കുടിക്കാനുള്ള വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മോട്ടറിട്ട് കുടിക്കാനുള്ളതും ചോറ് വെക്കാനുള്ളതൊക്കെ തന്നെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ പരമാവധി
ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം ശരിയായിക്കണമെന്നൊന്നും അറിയില്ല കേട്ടോ. നിങ്ങളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ, അതൊന്നിനി വറുത്തെടുക്കണം. വറുത്തെടുത്താലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉമ്മ അവിടെ വറുക്കുന്നുണ്ട്. ആ സമയം കറി ഫുള്ളായിട്ട് ഞാനാട്ടോ സെറ്റ് ചെയ്തത്. ഉമ്മ അവിടെ പുട്ടിൻ്റെ പണിയിലാവുമ്പോൾ ഞാനിവിടെ കറി എല്ലാതും സെറ്റ് ചെയ്യലായിരുന്നു. പെട്ടെന്ന് തീർത്താലേ നമുക്കൊരു 9 മണിയാകുമ്പോഴെങ്കിലും ഉസ്താദിന് ഇതങ്ങ് എത്തിക്കാൻ പറ്റുള്ളൂ. ഇനി കറി തൂമിക്കാനുള്ളതും കൂടി കൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടിൻ്റെ ബാക്കി പണി ഞാൻ പറഞ്ഞുതരാം. നമ്മളത് വറുത്ത് വെച്ചല്ലോ, വറുത്ത് വെച്ച് അത് അരിപ്പയിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ അതിൽ വറുക്കുമ്പോൾ കുറച്ച് അരിയും കൂടി അതിൽ എക്സ്ട്രാ വരും. ആ ഒരു എക്സ്ട്രാ എടുത്ത അരി ഒന്നും കൂടി നമുക്ക് പൊടിച്ച് കഴിഞ്ഞാലേ നമുക്ക് ഇനി അത് പുട്ടിനങ്ങോട്ട് കുഴക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഇടങ്ങേറ് പിടിച്ച പണിയാണെങ്കിലും ഈ പുട്ടിന് ഒടുക്കത്തെ ടേസ്റ്റാടോ. പിന്നെ ഇത് 2 കഷ്ണം കഴിച്ചാലൊന്നും ഒന്നാവില്ല. മിനിമം ഒരു 4 കഷ്ണമെങ്കിലും കഴിക്കണം. ഞങ്ങളിവിടെ എല്ലാവരും അത്ര കഴിക്കാറുണ്ട്. ആ സമയത്ത് പുറത്തൊക്കെ നല്ല മഴയാണ്. പിന്നെ ഇന്ന് ഉസ്താദിനായതുകൊണ്ട് തേങ്ങ ഒക്കെ കുറച്ച് അധികം ഇടണം. നമ്മളിടണ പോലെ കുറച്ചൊന്നും ഇട്ടാൽ പോരല്ലോ. അങ്ങനെ അത് അത്യാവശ്യം തേങ്ങ ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് പുട്ടുണ്ടാക്കുന്നത്. പിന്നെ ഇത് ആവി വന്നു കഴിഞ്ഞാൽ സ്പൂണ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് പാത്രത്തിലേക്ക് അങ്ങോട്ട് കൊത്തിയിടുമ്പോൾ ആകെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതാട്ടോ ഉമ്മ വന്ന് പറഞ്ഞത്, ആവി വന്നു കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ കൊണ്ടോന്ന്. അങ്ങനെ ഫസ്റ്റത്തെ കുറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉസ്താദിന് ഒരു 3 കഷ്ണമൊക്കെ കേട്ടോ കൊടുത്തയക്കുന്നത്. അങ്ങനെ ആദ്യത്തെ പാത്രത്തിൽ ഒരു 2 കഷ്ണം വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആവുന്നതിനനുസരിച്ചിട്ട് ഓരോന്നൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇങ്ങനത്തെ പാത്രങ്ങളിൽ ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അടുക്കളയിലുള്ള സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഞാൻ തന്നെയാണ് വെക്കല്. അങ്ങനെ അടുത്ത കഷ്ണം വേറൊരു പാത്രത്തിലാണ് വെച്ചത്. മുകളിലാണ് കറി വെച്ചിട്ടുണ്ടായത്. പിന്നെ പുട്ടായ കാരണം അത്യാവശ്യം കറി വേണമല്ലോ. അപ്പോൾ കുറേ കറി തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല, കടലക്കറി അടിപൊളിയാണ്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന കടലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉസ്താദിനുള്ളതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി അത് ഉപ്പ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഒരു ഫ്ലാസ്കിൽ ചായയും കൊടുത്തായിക്കോട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ ദേവസ്ഥാനുള്ളതായിട്ട് ഉപ്പ പോയിട്ടുണ്ട്. ഇനി ഉപ്പ വന്ന ശേഷം നമുക്കുള്ളത് കുടിക്കണം. അതിന് മുന്നേ ഉച്ചക്കത്തേക്കും ഉസ്താദിനെ കൊടുക്കണമല്ലോ. അപ്പോൾ പെട്ടെന്ന് തീ ഒട്ടുകയാണ്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പത്തെ വീഡിയോസിലും, ഞങ്ങളെ റൈസ് ഭയങ്കര വേവുള്ളതാണ്. അതുകൊണ്ട് നേരത്തെയും കാലത്തും തീ കൂട്ടിയില്ലെങ്കിൽ പണി കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി കൊടുക്കാൻ പോയപ്പോൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പനിയാണ്, അതുകൊണ്ട് ഉച്ചക്ക് ചോറ് വേണ്ട, കഞ്ഞി മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉസ്താദിന് ഉച്ചക്ക് കഞ്ഞിയും അതുപോലെ തന്നെ മീൻ പൊരിച്ചതും ഉപ്പേരിയൊക്കെയാണ് കൊടുത്തയക്കുന്നത്. അപ്പോൾ വന്ന ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇനി ചായ കുടിക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പുട്ടും കടലയും. ഇനി ഈ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെക്കണം. റൂമൊന്നും ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എണീറ്റ് പോയതിന് ശേഷമാണല്ലോ മക്കൾ എണീറ്റ് വരിക. അപ്പോൾ പുതപ്പൊക്കെ ഇനി മടക്കി വെച്ചിട്ട് വേണം ഇനി അലക്കാനുള്ളതൊന്ന് മെഷീനിൽ കൊണ്ടിടാൻ. അതിന് മുന്നേ ഉണങ്ങിയതൊക്കെ ഒന്ന് ആദ്യം അയൽമന്ന് എടുത്തിട്ടാലേ അടുത്തത് വിരിക്കാൻ സ്ഥലം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മഴക്കാലമായ കാരണം അറിയാലോ, പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടൂല. മെഷീനിലിട്ടാലും ചിലതൊക്കെ ചെറിയൊരു നനവ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ അയൽമന്ന് എടുത്തത് കൊണ്ടുപോയിട്ട അപ്പം തന്നെ മടക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ്. കുളി കഴിഞ്ഞെല്ലാം വന്നിട്ട് മടക്കി വെക്കാൻ എന്തോ ഭയങ്കര മടി തോന്നും. അതുകൊണ്ട് അപ്പം തന്നെ അതങ്ങ് മടക്കി വെക്കലാട്ടോ സ്ഥിരം പണി. അല്ലെങ്കിൽ ഞാനൊരു മടിച്ചാണ് കേസ്, ഭയങ്കര മടി തോന്നും. എന്തെന്നില്ലാത്തൊരു മടിയാക്കാരം. അങ്ങനെ ബെഡെല്ലാം ക്ലിയർ ആക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് കുളിച്ചിട്ടിടാനുള്ള ഡ്രസ്സ് വരെ ഞാൻ അപ്പം തന്നെ എടുത്തു വെക്കും. അലക്കാനുള്ളതല്ലാതെ പെട്ടെന്ന് തന്നെ മെഷീനിലിട്ടിട്ട് എൻ്റെ ചെറിയ ചുട്ടുമണി ഒന്ന് ഉറക്കാൻ നോക്കണം. അവൻ ഉറങ്ങിയില്ലെങ്കിൽ ബാക്കി പണികളൊന്നും നടക്കൂല. ഉറക്കാനായിട്ട് പോവാൻ നിൽക്കുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ വെള്ളം അവിടെ കാണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അരി അങ്ങ് കഴുകിയിട്ടതിന് ശേഷം പോയി ഉറക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അരി നന്നായി കഴുകി അത് ഇട്ടതിന് ശേഷം കേട്ടോ പിന്നെ പോയി ഉറക്കാൻ നോക്കിയത്. ആദ്യം തന്നെ ഒരു ഫ്ലാസ്കിൽ ചൂടുവെള്ളം എടുത്ത് വെക്കും. ഉപ്പ ചൂടുവെള്ളം കേട്ടോ കുടിക്കുക. അപ്പോൾ ഒരു ഫ്ലാസ്ക് നിറച്ച് ആദ്യം ചൂടുവെള്ളം മാറ്റി വെക്കും. എന്നിട്ട് ബാക്കിയിലേക്കാണ് അരി ഇടാറ്. അങ്ങനെ അത് ഇട്ട് ആൾ ഉറക്കാൻ പോയി. പക്ഷെ ആൾ ഉറങ്ങിയില്ല കേസ്. ഒരുപാട് നേരം, എന്തിന് ഒരു 10 മണി തൊട്ട് 11 മണി വരെ ഞാൻ ആളെ ഉറക്കാൻ നോക്കി. ആൾ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് എനിക്ക് ഭ്രാന്ത് വന്ന് ഞാനങ്ങ് എണീറ്റ് പോന്നപ്പോൾ എൻ്റെ പിന്നാലെ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം ആൾ ഉറങ്ങുന്നത് ഭക്ഷണം എല്ലാം കഴിച്ച് ഒരു 2:30ക്കാണ് ആൾ ഉറങ്ങുന്നത്. അതുവരെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉമ്മിപ്പം പുറത്ത് പോവുകയാണ്. നമുക്കൊന്ന് ഉസ്താദിനും ചിലവുണ്ടല്ലോ. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ മേടിക്കാനായിട്ട് പോവുകയാണ്. അവർ പോണത് കണ്ട് ചെറിയ ആളൊന്ന് വാശി പിടിച്ച് നോക്കി, എങ്ങാനും കൊണ്ടുപോയാലോ വെച്ചിട്ട്. ആളെ എവിടേക്കും കൊണ്ടുപോകാൻ
പറ്റൂല, ഒതുങ്ങി നിൽക്കത്തേ ഇല്ല. എനിക്ക് വരെ കൊണ്ടുപോകാൻ മടി തോന്നാറുണ്ട് ചില സാഹചര്യങ്ങളിൽ. അങ്ങനെ അലക്കാനിട്ടതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം അയലിലിട്ട് വിരിച്ചെടുക്കണം. റൈസിന് നല്ല വേവ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇടയ്ക്കൊന്ന് നോക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ചോറ് നന്നായി തിളക്കുന്നുണ്ട്, പക്ഷെ വെന്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതവിടെ തിളക്കട്ടെ, അല്ല വേവട്ടെ. നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ക്ലീനിങ് പരിപാടി ഫുള്ളാക്കി കഴിക്കണം. ഈ സമയം കൊണ്ട് ഉമ്മിപ്പിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ് എൻ്റെ ജോലി. വാങ്ങിയ സാധനങ്ങൾ ഇതൊക്കെ ആയിരുന്നു: തക്കാളി, ഉരുളൻകിഴങ്ങ്, ശർക്കര, കുക്കുംബറൊക്കെ ഉസ്താദിന് കൊടുക്കാനാട്ടോ. പിന്നെ ഇഞ്ചി, ബീട്രൂട്ട്, ചെറിയുള്ളി, വലിയുള്ളി, പിന്നെ കുറച്ച് മാങ്ങി വാങ്ങിയിട്ടുണ്ടായിരുന്നു, പയറ്, കൈപ്പക്ക, പിന്നെ നേന്ത്രപ്പഴം. ഇതൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പഴം വെക്കുന്ന കൊട്ടയാണിത്. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ എടുത്തിട്ട് ഇതേ നേരെ ഇതിലേക്ക് അങ്ങ് വെക്കാം. അങ്ങനെ ഓരോന്നായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങ് കഴിഞ്ഞോളും. അങ്ങനെ ഇത് എല്ലാതും അതിൻ്റേതായ രീതിയിൽ. ഇത് ഞങ്ങളുടെ ഉള്ളിക്കൊട്ടയാണ്. ഉള്ളിക്കൊട്ടൊക്കെ മാറ്റാനായിട്ടുണ്ട്. തൽക്കാലം അപ്പോൾ അതിലിരിക്കട്ടെ. അതിൻ്റെ ഒരു സൈഡിൽ തന്നെ കുഞ്ഞുള്ളിയും കൂടി കവർന്ന് എടുത്തിടുന്നില്ല, ഒന്ന് തുറന്ന് വെക്കുന്നുണ്ട്. കെട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ചീഞ്ഞു പോവും. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇനി കൈപ്പക്കയും വേറൊരു കവറിലെടുത്ത് വെക്കാം. ഇന്ന് പയറാട്ടോ കൊടുത്തയക്കുന്നത് ഉസ്താദിനും. ഞങ്ങൾക്കും അത് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇനി പയർ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കണം. ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷമേ അതിനിരിക്കത്തുള്ളൂ. മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് പുതിയാപ്പിളക്കോരയാണ്. നിങ്ങളുടെ നാട്ടിലും ഈ മീനിന് അതെന്നല്ലേ പറയുന്നത്? പല നാട്ടിലും പല പേരാകുമല്ലോ. ഇതാട്ടോ മീൻ. പിന്നെ മീൻ നന്നാക്കുമ്പോൾ ഈ പൂച്ചയും കോഴിയും സ്ഥിരം കസ്റ്റമറാണ് ഞങ്ങളുടെ വീട്ടിലെ. ഇനി പയറ് പെട്ടെന്ന് തന്നെ അരിഞ്ഞിടണം. ഞാൻ അധികം ഇങ്ങനെ കൈവച്ച് പൊട്ടിക്കലാണ്. ഇന്ന് അരിഞ്ഞിടാൻ വിചാരിച്ചു. ഓവർ വലിപ്പാവേണ്ട പൊട്ടിച്ചിട്ട് എന്ന് വിചാരിച്ച്. പിന്നെ ഉമ്മ അതേ മീൻ മസാല കൂട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കഴിക്കാൻ ഭയങ്കര പേടിയാണ്. ഇതിനാണെന്ന് ഒടുക്കത്തെ മുള്ളാണ്. ചോറ് ഇങ്ങനെ വാർത്ത് വെക്കാൻ എനിക്കറിയില്ല കേട്ടോ. അത് ഉമ്മാക്കേ കഴിയുള്ളൂ. അങ്ങനെ അതേ കറി ഇവിടെ ആയിട്ടുണ്ട്, അതുപോലെ മീൻ ഇവിടെ ആയിട്ടുണ്ട്, പിന്നെ ഉപ്പേരി ഇവിടെ ആയിട്ടുണ്ട്. ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഉസ്താദിൽ നിന്ന് കഞ്ഞിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏറ്റവും അടിയത്തെ പാത്രത്തിലാട്ടോ കഞ്ഞി വെച്ചത്. ഞാനത് മുഴുവനായിട്ട് ഒഴിച്ചു. പക്ഷെ ഉമ്മ പറഞ്ഞു ഒരുപാട് വെള്ളം വേണ്ട, വറ്റ് അധികം ഇട്ടാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് വെള്ളം തിരിച്ചിങ്ങോട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വറ്റ് എക്സ്ട്രാ ആദ്യം ഇട്ട് കൊടുക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതായി. പിന്നെ 2 മീൻ പൊരിച്ചത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാട്ടോ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നത്. വേറൊന്നും അല്ല, അതിൻ്റെ മുകളിൽ പപ്പടാട്ടോ വെച്ചത്. പപ്പടത്തിന് ശേഷമാണ് പിന്നെ ഉപ്പേരി വെച്ചത്. അങ്ങനെ അതും സെറ്റായി. ഞാൻ പറഞ്ഞില്ലേ എനിക്കത് സെറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഉപ്പ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, അയിലെന്ന് ചോദിക്കുന്നുണ്ട്. സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1:10 1:05 ആകുമ്പോഴേക്ക് തോന്നുന്നു ഉപ്പത് കൊണ്ടുപോയി കൊടുത്തത്. ഇവർ പുറത്ത് പോയി വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഇത് കൊണ്ടുപോയി കൊടുക്കാനും നേരം വൈകിയത്. അങ്ങനെ ഞാൻ എല്ലാം അടച്ച് വെച്ച് സെറ്റ് ചെയ്ത് ഉപ്പാൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട്. ഇനി ഉമ്മാൻ്റെ പണികളെല്ലാം അടുക്കളയിൽ കഴിഞ്ഞു. ഇനി എനിക്കിവിടെ അടിച്ചു വാരി തുടച്ചെടുക്കണം. ഇന്ന് തലയിൽ നന്നായി എണ്ണ തേച്ച് കുളിക്കുന്ന ദിവസമാണ്. കാരണം തലേ ദിവസം നന്നായി ഷാമ്പു തേച്ച് പതപ്പിച്ചതാണ്. അപ്പോൾ മുടിയുടെ അവസ്ഥ എന്താണെന്ന് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് നന്നായി എണ്ണ തേച്ച് കുളിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പോകണം. ഒടുക്കത്തെ വിശപ്പ്. ഒരു 2:30 ആവാൻ നേരത്താട്ടോ ഫുഡ് കഴിച്ചത്. കാരണം ഇന്ന് അത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഉസ്താദിന് കൊടുത്തയച്ച ആ സെയിം സാധനം തന്നെ ആയിരുന്നു ഞങ്ങൾക്കും ഉണ്ടായിരുന്നത്. മീൻകറി ഉണ്ടായിരുന്നു. ഇന്ന് മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇയാളുടെ സീറ്റ് പിന്നെ എപ്പോഴും ഈ ടേബിളിൻ്റെ മുകളിലാവും. ഞാൻ വന്നു കഴിഞ്ഞാൽ ചെയറിലേക്ക് ഇരുത്തു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇനി ഒരു ഉറക്കം അത് നിർബന്ധമാണ്. കുറച്ച് നേരമുള്ള ഉറങ്ങാൻ ടൈം, എന്നാലും ഒന്ന് ഉറങ്ങണം, എന്നാലേ ഒരു സുഖമുള്ളൂ. അങ്ങനെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ട്. ചായ ഇവിടെ ഉണ്ടാക്കുകയാണ്. ഇന്ന് ചായക്ക് ഒരു നുറുക്കായിരുന്നു കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ ചായയുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അരിയുണ്ടല്ലോ അത് കഴിക്കാനൊരു പൂതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അരിയെല്ലാം വറുത്തെടുത്ത് തേങ്ങയും ചിരകി ശർക്കര എല്ലാം ഉടച്ചെടുത്ത് അത് റെഡിയാക്കുകയാണ്. ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഉണ്ടാക്കണം. പിന്നെ ഇത് ഉണ്ടാക്കാനും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, കഴിക്കാനും ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ പുറത്ത് പോയി വന്നപ്പോൾ ഈ ഷവർമ പാനിപൂരി ഉണ്ടല്ലോ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചു. ഉസ്താദിന് രാത്രിക്കുള്ള ഫുഡിൻ്റെ കാരിയറും കൊടുത്തിട്ടുണ്ട്. രാത്രിക്ക് ഉസ്താദിന് ചോറും മീൻകറി മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും പെട്ടെന്ന് തന്നെ കുക്കറിലിടുകയാണ് ചെയ്തത്. ഉച്ചക്കത്തെ ചോറ് കൊടുത്തയക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത ശേഷം മോൻ്റെ ഹോംവർക്ക് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് പട്ടം ഉണ്ടാക്കി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടാക്കി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?
അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി റെഡി ആയപ്പോഴാണ് സ്കൂൾ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നത്, ഇവർക്ക് നാളെ സ്കൂളില്ല, സന്തോഷിക്കാം, പിന്നെ വേറെ എവിടെയെങ്കിലും പോകണം. പിന്നെ ഇന്ന് ഫുഡൊന്നും അങ്ങനെ കഴിച്ചില്ല. ഒരു നേന്ത്രപ്പഴം കഴിച്ചു, പിന്നെ ഒരു മാങ്ങയും കഴിച്ചു, പിന്നെ കുറച്ച് അരിയുണ്ടിയും കഴിച്ചു. അത്രേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാകണം. അപ്പോൾ ഓക്കെ, ബൈ.